ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് ലാൽ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ സ്റ്റൈൽ 65. നാടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഹോട്ടലിൽ കണ്ടിരുന്ന കളറുള്ള സാധനമല്ല. നാടനായിട്ട് നമുക്ക് കളറൊന്നും ചേർക്കാണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം മസാല പറ്റാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, നമുക്ക് 1 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിക്ക് മതി ഇട്ടാ. കുറച്ച് ജീരകം പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എന്തായാലും ഉണ്ടാവും, നോക്കേണ്ടി വരും കേട്ടോ. അതായത് ഇപ്പം ഇത്ര ടീസ്പൂണൊന്നും ഇടാൻ പറയാൻ പറ്റില്ല. കുറച്ച് ഉപ്പ് നമ്മൾ നോക്കി ഇട്ടിട്ട് നോക്കിയതിന് ശേഷം വീണ്ടും ഇടും. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ, പല ആൾക്കാരും പലതും ചേർക്കും, അരിപ്പൊടി ചേർക്കാറുണ്ട്. നമുക്ക് കുറച്ച് മതി, അധികം വേണ്ട. അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മുരിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കും. അടുത്ത നമുക്കത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി അരച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേണ്ടവർക്ക് മാത്രം ഒഴിക്കുക. കുറച്ച് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് വേണമെന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് തൈര് വേണം. അപ്പം ആവശ്യത്തിന് തൈര് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ തിന്നണ കാരണം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണത്. അല്ലെങ്കിൽ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി മസാല റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 20 മിനിറ്റ് നമുക്ക് ഒന്ന് വയ്ക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്യാം. നമ്മളെ മസാല ഇത് 20 മിനിറ്റ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്യാനുള്ള ഇത് നോക്കാം. ഓക്കെ, നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടോട്ടോ. കാരണം ഇതിപ്പോൾ വലിയ പീസാണ്. അപ്പം നിങ്ങൾ ഈ ജിഞ്ചർ പേസ്റ്റൊക്കെ ചേർത്തിൻ്റെ പേര് ചിലപ്പോൾ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ടോ. ഇത് ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നല്ല സ്മെല്ലുണ്ട്. കാരണം നമ്മൾ ആ സോസ് ചേർത്തിട്ടുണ്ട്. സോസ് ശരിക്കും പറഞ്ഞാൽ ചേർക്കാറുണ്ട്, നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി ചേർത്ത് നോക്കിയാണ്. കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിടണം. അതായത് ഈ ചില്ലി സോസ് ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ കരിയും. നമ്മളത് ചിക്കൻ ഫസ്റ്റ് ഇട്ടത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് എടുക്കാം. ഇനി ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയും. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വേപ്പില് കുറച്ച് പച്ചമുളകും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് ഇത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടിടാം, കുറച്ച് ഭംഗിക്ക്.
നമ്മളെ 65 റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. സോഫ്റ്റ് മീൻസ് ഇപ്പൊ നമ്മള് തൈര് ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സോസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സോഫ്റ്റ് ആണ്. അതായത് നമ്മൾ കടയിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടി കളർ ഉണ്ടാവും. ഇതിന് കളർ ഉണ്ടാവില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഓക്കെ, ഇത് ബാലൻസ് ആണ് കേട്ടോ. ഫസ്റ്റത്തെ ട്രിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചാൽ മതി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കൂടി കാണാം. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വേറൊരു ഐറ്റായിട്ട് എന്തായാലും വരും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയൊക്കെ യൂട്യൂബേഴ്സ് പറയുമ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ, ബൈ.